ഈ ഒരു ഐറ്റം മതി വയറ് നിറയെ ചോറുണ്ണാൻ. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാങ്ങരസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പിന്നെ കടുക്, ഉലുവ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കായപ്പൊടി, കുറച്ച് ശർക്കര, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചെറിയ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ ജീരകം, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ തൊലി കളഞ്ഞതും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇതിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. പ്രത്യേകിച്ച് മൺചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് മാറിയിട്ട് ഈ മാങ്ങയൊക്കെ വെന്ത് കുറച്ചും കൂടെ ഒരു തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മല്ലിയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കണം എന്നില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ രസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു മാങ്ങാ രസം ഉണ്ടെങ്കിൽ വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.